ഹലോ ഫ്രണ്ട്സ്, നിശാഗന്ധിയുടെ നല്ലൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് 2024 മെയ് 1-ാം തീയതി മെയ് ദിനം, തൊഴിലാളികളുടെ ദിനം എന്നൊക്കെ അറിയപ്പെടുന്ന നല്ലൊരു ദിവസമാണല്ലേ. അപ്പോൾ ഈ മെയ് ദിനത്തിൽ നിങ്ങളുടെ എല്ലാവരിലേക്കും നമ്മൾ എത്തിക്കുന്നത് ഒരു കൂട്ടം ബൊഗൺവില്ലാസാണ് കേട്ടോ. അപ്പോൾ ഇതിനകത്ത് ഹൈബ്രിഡ് ഉണ്ട്, നോർമൽ വെറൈറ്റീസൊക്കെ ഉണ്ട്. അപ്പോൾ പലയിടങ്ങളിലും ബൊഗൺവില്ലാസിൻ്റെ സെയിൽ ഇങ്ങനെ കഴിഞ്ഞു വരികയാണ്. അപ്പോൾ നമ്മുടെ കയ്യിലും ഇപ്പോൾ അത്യാവശ്യം കുറച്ച് പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ നമ്മുടെ കയ്യിലും സ്റ്റോക്ക് ദേ ഇവിടെ കഴിഞ്ഞുകൊണ്ട് വരികയാണ്. അപ്പോൾ ആവശ്യമുള്ളവർ നമ്മുടെ വാട്സപ്പ് നമ്പറിൽ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ കേട്ടോ. പരമാവധി കോൾ ചെയ്യാതെ വാട്സപ്പിൽ മെസ്സേജ് അയക്കാനായിട്ട് എല്ലാവരും ശ്രമിക്കണം കേട്ടോ. നമ്മുടെ ഈ വീഡിയോസിനകത്ത് കാണുന്നത് പോലെയുള്ള വലിയ വലിയ ചെടികൾ തന്നെയാണ് കേട്ടോ നമ്മൾ ഇത്തവണയും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ തവണ ഒരുപാട് പേർക്ക് നമ്മൾ 3-4 വട്ടം പ്ലാന്റ്സ് എടുത്ത് സെയിൽ ചെയ്തപ്പോഴും SPC ചെറി കിട്ടാത്ത ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർക്കെല്ലാം വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ ഇത്തവണയും നമ്മുടെ കയ്യിൽ വളരെ കുറച്ച് പ്ലാന്റ്സ് ആണുള്ളത്. നമുക്ക് ആദ്യം വരുന്ന എൻക്വയറീസ് അനുസരിച്ചിട്ട് പേയ്മെൻറ്റ് ചെയ്യുന്നവർക്കായിരിക്കും കേട്ടോ പ്ലാന്റ്സ് അയച്ചു കൊടുക്കാനായിട്ട് പറ്റുന്നത്. അതല്ലാതെ പേയ്മെൻറ്റ് ചെയ്യാതെ നമുക്ക് പ്ലാന്റ് വേണം എന്ന് പറഞ്ഞ് മാറ്റി വയ്ക്കാനായിട്ട് നമ്മുടെ കയ്യിൽ അതിന് മാത്രമുള്ളൊരു സ്റ്റോക്കില്ല. അപ്പോൾ അത് നമ്മൾ എടുത്തു പറയാണ്. പിന്നെ അത്യാവശ്യം നല്ല ചൂടാണല്ലേ, ഓരോ ദിവസവും ചൂട് കൂടി വരികയാണ്. അപ്പോൾ നമ്മുടെ ബോഗൺവില്ലാസിന് വെള്ളം വളരെ കുറച്ച് മതി എന്ന് പറഞ്ഞാലും ദിവസം ഒരു തവണയെങ്കിലും നനയ്ക്കാനായിട്ട് പരമാവധി എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ ചെടി വാടിക്കരിഞ്ഞ് നാശമായി പോകും. കൂടാതെ നമ്മുടെ പ്ലാന്റ്സിൻ്റെ റേറ്റിനകത്ത് യാതൊരു മാറ്റവും ഇല്ല കേട്ടോ. നമ്മൾ തുടക്കം മുതൽ ചെയ്തിരുന്ന ആ ഒരു റേറ്റ് തന്നെയാണ്, കൂടിയിട്ടുമില്ല കുറഞ്ഞിട്ടുമില്ല. പ്ലാന്റ്സ് കയ്യിലെത്തി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരു അൺബോക്സിങ് വീഡിയോ നിർബന്ധമാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അൺബോക്സിങ് വീഡിയോ നിർബന്ധമാണെന്ന് പറയാൻ കാരണം പലരും ബോഗൺവില്ലാസ് മേടിച്ചിട്ട് പല വളങ്ങളും ചേർത്തിട്ടാണ് അത് റിപ്പോർട്ട് ചെയ്യുന്നത്. പലതവണ നമ്മൾ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ചെയ്യരുത് എന്നത്. അപ്പോൾ 1-2 ദിവസം പാക്കിനകത്തിരുന്ന് വരുന്ന ചെടികളാണ്. അതങ്ങനെയൊക്കെ ചെയ്ത് വെച്ചിട്ട് ചെടി നാശമായി പോയിട്ട് നമ്മുടെ ചെടി പോയി എന്നൊക്കെ പറഞ്ഞു വരുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ നമുക്കും ഇതുപോലെ ചെടികളൊന്നും ഫ്രീ ആയിട്ട് തരാനുള്ള ഒരു ഇതില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങളുടെ കൈകളിലേക്ക് സുരക്ഷിതമായിട്ട് നല്ല രീതിയിൽ പ്ലാന്റ്സ് എത്തിച്ച് തരിക എന്ന് മാത്രമാണ് നമ്മുടെ ലക്ഷ്യം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ചെറിയ ചെറിയ വിശേഷങ്ങൾ. അപ്പോൾ നമ്മുടെ കാറ്റലോഗ് ഇവിടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് നോക്കിയിട്ട് ആവശ്യമുള്ളവർ ഒന്ന് കോൺടാക്റ്റ് ചെയ്തോളൂ. മറ്റ് നല്ലൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.